പീരീഡ് സമയത്ത് മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആണോ? പീരിയഡ് സെക്സ് ആൻഡ് മാസ്റ്റുർബേഷൻ ഡ്യൂറിംഗ് പീരിയഡ്സ് ഇസ് ഓൾസോ ബെനിഫിഷ്യൽ. ഇപ്പം ഓർഗാസം ആണ് സംഭവിക്കുക, എൻഡോർഫിൻ റിലീസസ് വരും, ഓക്സിറ്റോസിൻ റിലീസ്, ഇതൊക്കെ ഹാപ്പി ഹോർമോൺസ്. നിങ്ങളുടെ മൂഡ് സ്വിങ്സിനെയും നിങ്ങളുടെ പീരിയഡ് ക്രാംസിനെയും ഹെൽപ്പ് ചെയ്യും. ഈ ഷേവ് ചെയ്യുന്നതാണോ ട്രിം ചെയ്യണതാണോ ആക്ച്വലി ഹെൽത്തി? ഇപ്പം ഇതൊരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ചെയ്യരുത്. ഓപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് തോന്നും ഭയങ്കര ക്ലീൻ ആണ്, നല്ല ഇൻഗ്രോൺ ഹെയർ. പിറ്റേ ദിവസമായിരിക്കും നമുക്ക് ഇച്ചിങ് വരും. പ്യൂബർട്ടി ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? നമുക്ക് പ്യൂബിക് ഹെയർ ഉള്ളത് അതിനായിട്ടുള്ള പർപ്പസും റീസൺസും ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു പാടാണ് മിക്ക കമ്പനീസും ബെനിഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലീഡിങ് എന്ന് പറയുന്നതിന്റെ ഒരു അളവ് ആക്ച്വലി നമ്മുടെ ഹെൽത്തായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ട്. ഈ വജൈനൽ ഡിസ്ചാർജ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വെജൈനൽ ഡിസ്ചാർജ് അസിഡിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അണ്ടർവെയറിൽ കോണ്ടാക്ട് വരുമ്പം അത് അവിടെ ബ്ലീച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബ്ലീച്ചിങ് ആണ് ആ കളർ ചേഞ്ച് ആയിട്ട് കാണുന്നത്. ഈ നോർമൽ വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഡിസ്ചാർജ് ആയിരിക്കും, നോ സ്മെൽ, നോ ഇച്ചിങ്, ജസ്റ്റ് ഒരു ഡിസ്ചാർജ് മാത്രമായിരിക്കും. വജൈനൽ ഡിസ്ചാർജിന് തന്നെ കളറിന്റെ വേരിയേഷൻ വരുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ അങ്ങനെ വരുന്നത്? അത് ഹെൽത്ത് ഇഷ്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നല്ല മണമുള്ള പാഡ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട്, തുറന്നാൽ തന്നെ മണം അടിക്കില്ല. അപ്പൊ അങ്ങനത്തെ പാഡ്സ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പാഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 6 hours ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫ്ലോ. ഒരു ചെറിയ കുട്ടി സ്റ്റാർട്ടിംഗ് ദർ മെനാർക്കി നമുക്ക് ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് അവർ വെജൈന മെയ്ഡ് അപ്പ് ഓഫ്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. ആ ഒരു കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെജൈന ലൂസ് ഒന്നും ആവില്ല. ഏത് ഏജിലുള്ള കുട്ടിക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റും, ആസ് ലോങ് ആസ് ദേ ആർ അവെയർ അബൌട്ട്. മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഹാവ് ടു ഡു ദിസ് റിലാക്സ്. നിങ്ങൾ ഹാൻഡ്സ് നന്നായിട്ട് ക്ലീൻ ആക്കുക. അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന പോലെ സ്ക്വാട്ട് ചെയ്തിട്ടിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ റൈസ് പ്ലാറ്റ്ഫോമിൽ ഒരു കാലെടുത്ത് വെക്കുക, ഒരു കാല് താഴെ വെക്കുക. അപ്വേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് എന്ന് പറഞ്ഞൊരു ഡയറക്ഷനിലാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്തിട്ട് വിട്ടാൽ തന്നെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കും. നിങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ. നിങ്ങൾ വീട്ടിൽ പീരിയഡ്സിനെ കുറിച്ചുള്ള കോൺവെർസേഷൻസ് ഒന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോർമലൈസ് ചെയ്യുക. ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഇത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്.